സ്റ്റൈലിംഗ് നന്നാകുമ്പോൾ പെർഫോമൻസ് നന്നാകണമെന്നില്ല. പെർഫോമൻസ് നന്നാകുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആകണമെന്നില്ല. ഈ മൂന്നും ഒത്തിണങ്ങിയ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാകുമോ? എല്ലാവർക്കും ഹീറോ എക്സ്ട്രീം 125R ഒരു ഡീറ്റെയിൽ റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം ഇതിനു മുമ്പ് നമ്മൾ എക്സ്ട്രീം 125R ഒരു റിവ്യൂ ചെയ്തിരുന്നു. അതിനുശേഷം ഒരാഴ്ചയോളം നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അനലൈസ് ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇതൊരു പെപ്പി ആയിട്ടുള്ള ബൈക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നല്ല പുള്ളിങ്ങാണ്. ഒരു 125cc എയർ കൂൾഡ് എൻജിനാണ്. സോ നമുക്കൊരു 125cc നിന്ന് കിട്ടുന്നതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് ഫീൽ ചെയ്യുന്നുണ്ട് റൈഡ് ചെയ്യുമ്പോൾ. അത് ഇതിൻ്റെ സൗണ്ട് കൊണ്ടും പിന്നെ ഒരു ലൈറ്ററായിട്ടുള്ള വെയിറ്റ് കൊണ്ടുമൊക്കെ കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11.4 bhp പവറും 10.5 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 125cc കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീസൻ്റ് ആയിട്ടുള്ള പവർ ഫിഗേഴ്സ് ഇതിനകത്തുണ്ട്. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും മേടിക്കുന്ന ആൾ തീർച്ചയായിട്ടും. വണ്ടി വളരെ സ്മൂത്താണ്. എൻജിൻ റിഫൈൻമെൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വണ്ടിയിൽ അത്ര വലിയ വൈബ്രേഷൻ ഒന്നുമില്ല. സ്മൂത്തായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു 4000 RPM കീപ്പ് ചെയ്ത് ഓടിക്കുന്നത് ഭയങ്കര സ്വീറ്റാണ്. പിന്നെ ഹയർ ലെവലിൽ മാത്രമാണ് ചെറിയൊരു പൊടിക്കൊരു മിനിമൽ ബസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഹീറ്റിംഗ് ഒന്നും അത്രത്തോളം എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല ട്രാഫിക്കിൽ ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. നമുക്ക് ഒട്ടും കൈക്ക് വളരെ കംഫർട്ടബിളായിട്ടാണ് ക്ലച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണെന്ന് അറിയാലോ. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നല്ല പുള്ളാണ്. സെക്കൻഡ് ഗിയറിൽ അല്പം കൂടെ ബെറ്റർ പുള്ളിങ് കൊടുക്കാമെന്ന് തോന്നി. സെക്കൻഡ് ഗിയർ മുതൽ 5th ഗിയർ വരെയും ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ സ്പീഡിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഗിയർ ബോക്സിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗിയർ ബോക്സ് അത്യാവശ്യം സ്മൂത്താണ്. ഒരുപാട് ടൈറ്റ് അല്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും പ്രോപ്പറായിട്ട് ഗിയറൊക്കെ വീഴുന്നുണ്ട്. ആ ഒരു കാര്യത്തിലൊക്കെ ഓക്കെയാണ് ഞാൻ. ഇതൊരു പക്കാ സിറ്റി ബൈക്കിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അത് ഷോർട്ട് ഗിയർ റേഷ്യോ ആണ്. ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റും. ട്രാഫിക്കിലൂടെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് കൂടുതലും നമുക്ക് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലായിരിക്കും ട്രാഫിക്കിൽ നമ്മൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. ഒരു 15 km/h എത്തുമ്പോൾ തന്നെ ഫസ്റ്റ് ഗിയർ മാറ്റണം. പിന്നെ ഒരു 25-30 സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡ് എന്ന് പറയുന്നത് 5th ഗിയറിൽ നമുക്കൊരു 65 റേഞ്ചിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല സ്പോട്ടാണ്. ടോപ്പ് സ്പീഡൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഒരു 125cc കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ടോപ്പ് എൻഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എർഗണോമിക്സും കാര്യങ്ങളൊക്കെ ഒരു സിറ്റി ബൈക്കിന് വേണ്ടിയ രീതിക്ക് നല്ല പ്രോപ്പറായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ടൈപ്പിലുള്ള ഒരു ഹാൻഡിൽ ബാർ പൊസിഷനാണ്. ഒരു സിറ്റിയിൽ പെപ്പിയായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു ഹാൻഡിൽ ബാർ പൊസിഷൻ. ഫുഡ് പാക്ക് കുറച്ച് റിയർ സെറ്റാണ്. സീറ്റ് കംഫർട്ടും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എർഗണോമിക്സ് ഒരു മീഡിയം ഹൈറ്റുള്ള ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ ഹൈറ്റ് കുറഞ്ഞവർക്കും കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ വണ്ടി നിങ്ങൾ എടുക്കാനായിട്ട് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ വണ്ടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 10ഓളം പ്ലസ് പോയിൻറ്റ്സുകളും അതുപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനാണ്. ലുക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 125cc ഇത്രയും കിടു ലുക്കിൽ വേറൊരു വണ്ടി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇതിൻ്റെ ഒരു അഗ്രസീവായിട്ടുള്ള ഈ ഒരു LED യൂണിറ്റ് ഹെഡ് ലാമ്പ്, ആ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കിടിലുമാണ്. അതൊരു ഓവറോൾ ഒരു ഷാർപ്പായിട്ടും സ്പോർട്ടി ആയിട്ടുമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലുക്സ് എല്ലാവരെയും ഒന്ന് അട്രാക്റ്റ് ചെയ്യും. വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ നോക്കും തീർച്ചയായിട്ടും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. രണ്ടാമതായിട്ട് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. അതായത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്.
ഏകദേശം 136 കിലോ അടുത്തേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വളരെ പെപ്പിയാണ് ഈ ഒരു വണ്ടിയുടെ പവർ വൈസ് ആയാലും ഇതിൻ്റെ വെയ്റ്റ് ബാലൻസ് ആയാലും വളരെ പെപ്പിയായിട്ട് നിങ്ങൾക്ക് ട്രാഫിക്കിലൂടെ ഫിൽട്ടർ ചെയ്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ് വളരെ ഈസി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. വളരെ നിമ്പിളാണ്, അജൈലാണ്. അതൊരു വലിയ പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അപ്പം വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഫ്ലിക്ക് ചെയ്തൊക്കെ ഓടിക്കാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബൈക്കാണ് എക്സ്ട്രീം 125R. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക്. ഒരു 10 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. റിയൽ ലൈഫിൽ നമുക്കൊരു 50-52 ഒക്കെ യൂഷ്വൽ റൈഡിൽ നമുക്ക് കിട്ടും. ഹൈവേയിൽ നമുക്ക് ഒരു 55 to 60 റേഞ്ചിലായിരിക്കും. എങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു റൈഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 50-52 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തായിരുന്നാലും ഒരു 500 കിലോമീറ്റർ ഡിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂവലിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. മൈലേജിൻ്റെ കാര്യത്തിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ബൈക്കാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ യൂണിറ്റ് അല്ലെങ്കിൽ കംഫർട്ട് എന്ന് വേണേൽ പറയാം. എസ്പെഷ്യലി സസ്പെൻഷൻ യൂണിറ്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു കംഫർട്ടിൻ്റെ കാര്യത്തിൽ. കാരണം വളരെ പ്ലഷി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. എത്ര വലിയ ഗട്ടറി ആടിയാലും നമുക്ക് അത്രത്തോളം ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടത്തില്ല. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു സീറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നതും അത്യാവശ്യം കംഫർട്ടബിളാണ്. ഒരു പ്രീമിയം കുഷ്യനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇരുന്ന് റൈഡ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. സിംഗിൾ റൈഡിൻ്റെ കാര്യമാണ് ഞാൻ കൂടുതലായിട്ടും പറയുന്നത്. പില്ലിയൻ റൈഡിൻ്റെ കാര്യം പറയുമ്പം നമുക്ക് ഓവർ കംഫർട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പില്ലിയൻ എന്ന് പറയുന്നത് യൂത്തായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും കുറച്ച് ബെറ്റർ. കാരണം സൈഡിലേക്ക് ഇരുന്നിട്ട് ഒന്നും ട്രാവൽ ചെയ്യാനായിട്ട് ഈ വണ്ടിയിൽ പറ്റത്തില്ല. സ്റ്റെപ്പ് അപ്പ് സീറ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നാലും റൈഡർ കംഫർട്ട് അടിപൊളിയായിരിക്കും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും. കംഫർട്ട് നല്ല രീതിയിൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഗട്ടറുള്ള നമ്മുടെ നാടൻ വഴികളിലൂടെയൊക്കെ പോകുമ്പം അത് നല്ല രീതിയിൽ സസ്പെൻഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് അബ്സോർബ് ചെയ്യാനായിട്ട്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒരു സൂപ്പർ വണ്ടിയാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ നമുക്കിതിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക്കാണ്, അതുപോലെ റിയറിൽ ഡ്രമ്മാണ് വരുന്നത്. സ്റ്റിൽ നിങ്ങളെ ABS നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ബ്രേക്ക് ബൈറ്റാണ്. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും. സേഫാണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ വൈഡറായിട്ടുള്ള ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഗ്രിപ്പ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ കോർണറിങ് ചെയ്യുന്ന സമയത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു സേഫ്റ്റിയുടെ സൈഡ് നോക്കുമ്പം ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ്, പവർ ഫിഗർ ഒരു 125cc കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. വളരെ ഇനിഷ്യൽ ഒരു പുള്ള് നമുക്ക് കിട്ടുന്നതുള്ളതുകൊണ്ട് കുറച്ച് എന്താ പറയുക, എടുത്തെടുത്ത് കൊണ്ടുപോകാനായിട്ട് നല്ല രസമാണ്. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ഇതിനകത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളൊരു ബിഗിനറാണ്, ഒരു സ്കൂട്ടറൊക്കെ ഓടിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 2 വീലർ ഓടിച്ച് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ലൈറ്റ് വെയ്റ്റ് ആണ്, അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്, നിങ്ങളെ കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ കോളേജ് സ്റ്റുഡൻസിനാണേലും അതുപോലെ ഓഫീസ് കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണേലും ഡെയിലി ലൈഫിൽ കൂടുതലായി നമ്മൾ കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയി വരണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. മൈലേജ് പ്രിഫർ ചെയ്യുന്ന ഒരാൾക്കും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബൈക്കാണ്. സർവീസ് കോസ്റ്റ് വരുമ്പം ഏകദേശം വളരെ ചീപ്പായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 500 രൂപയിലൊക്കെ നമുക്കിതിൻ്റെ നല്ലൊരു സർവീസ് ചെയ്യാനായിട്ട് സാധ്യമാകും. പിന്നെ മേജർ സർവീസൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 800 രൂപ അടുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളും പാർട്സുകളൊക്കെ ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരുന്ന സമയത്ത് മാത്രം. അല്ലാതെ നോർമൽ സർവീസിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.37 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് കേരളത്തിൽ വരുന്നത്. അത് ABS വെർഷനാണ്. എനിക്ക് തോന്നുന്നത് നോൺ ABS വെർഷന് 1.27 lakhs എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ABS വെർഷനാണ്. കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ABS വെർഷൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ എന്തായിരുന്നാലും അഫോർഡബിൾ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ലുക്കും പവറും എല്ലാം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബൈക്ക് എന്നുള്ള നിലയിൽ ഈ വണ്ടിയെ കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും ഒടുവിലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു സെഗ്മെൻറ്റ് കില്ലർ ബൈക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം.
കാരണം ലുക്ക് വൈസും പെർഫോമൻസ് വൈസും ഓവറോൾ ഒരു ഓൾറൗണ്ടർ സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു ബൈക്കായിട്ട് ഞാനിതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് കില്ലർ ബൈക്കുകളിൽ മികച്ച ഒരു ബൈക്ക് തന്നെയാണ് എക്സ്ട്രീം 125R. ഇനി എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ലുക്ക് അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളിയാണ്, ഗിയർ ബോക്സ് അത്യാവശ്യം നല്ല ഗിയർ ബോക്സാണ്, അതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, റിഫൈൻഡ് ആണ്, ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസിയാണ്, അഫോർഡബിൾ പ്രൈസ് റേഞ്ചും നല്ല മൈലേജ് ഫിഗറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബൈക്കായിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പാർട്സിൻ്റെ ഒരു ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാരെന്ന് തോന്നി. പിന്നെ എൻജിനിൻ്റെ ഇടയ്ക്കൊരു നോയ്സ് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പുറകിലുള്ള സീറ്റ് കുറച്ച് ഷെയ്ക്ക് ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ബെറ്റർ ആക്കായിരുന്നു. അതർവൈസ് വലിയ ഒരു പ്രോബ്ലം എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നാലും വണ്ടി ഓവറോൾ ഞാൻ ഹാപ്പിയാണ്, കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അപ്ലോഡ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.